റിവ്യൂ എന്ന് പറയുന്നത് നമ്മളൊരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാനടക്കമുള്ള ആൾക്കാർ റിവ്യൂ നോക്കിയിട്ട് സിനിമയ്ക്ക് പോകാറുള്ളൂ. അപ്പോൾ പലരും പറയും ഈ റിവ്യൂ നോക്കി പോകരുത്, അല്ലാണ്ട് പോയി സിനിമ കാണണം, എന്നാലും നിനക്ക് മനസ്സിലാവുള്ളൂ എന്ന്. നമ്മൾ പോയി കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് മാത്രമേ, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതിനുശേഷം മാത്രമേ നമ്മൾ ശരിക്കും ഒരു സിനിമയെ കുറിച്ച് വിലയിരുത്താൻ പാടുള്ളൂ. ഇന്നത്തെ സിനിമകൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കൂടുതലും സ്റ്റാർ വാല്യൂ കുറഞ്ഞു വരികയാണ്. അതായത് ഇന്നത്തെ മലയാള സിനിമയായാലും ഏത് സിനിമയായാലും കൂടുതൽ, പ്രത്യേകിച്ച് മലയാള സിനിമ തന്നെ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പുതുമുഖങ്ങൾക്കാണ്. പക്ഷേ സ്ത്രീകൾക്ക് ചിലപ്പോൾ ഒരു പക്ഷെ പറയാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും, അവർക്ക് എവിടെ നിന്ന് ഒരു സപ്പോർട്ടില്ല. അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഹേമ കമ്മിറ്റി വരുന്നത്. അപ്പോൾ അവർ തുറന്ന് പറയാനുള്ള ധൈര്യം കാണിച്ച് നല്ല കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നത് നിവിൻ പോളിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അങ്ങനെ ഒരാൾ മലയാള സിനിമയിൽ നെഗറ്റീവ് ആക്കണം എന്ന് ഉറച്ച വിശ്വാസം എടുത്തുകൊണ്ട് ഇത്തരം നല്ലൊരു ഹേമ കമ്മിറ്റിയെ അവർ മിസ്യൂസ് ചെയ്യാണ് ചെയ്തത്. ഏറ്റവും വലിയൊരു വൃത്തികെട്ടൊരു കാര്യം തന്നെയായിട്ടാണ് കാണേണ്ടത്. നമസ്കാരം, ടീ ടോക്സിലെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ടീ ടോക്സിലെ ടോക്സ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഓഫ് മലയാളം സിനിമയാണ്. അതായത് 2030 കൂടി നമ്മുടെ സിനിമാ ലോകത്ത് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. മലയാള സിനിമാ ലോകം സൂര്യ പറഞ്ഞതുപോലെ 2030 വലിയ മാറ്റങ്ങൾ ഉണ്ടാകും നമുക്ക് ഇപ്പോഴേ പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയും. കാരണം അത്രത്തിലുള്ള മാറ്റങ്ങളാണ് 2025 ഇപ്പോൾ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഒരു സിനിമയുടെ കഥയായിക്കോട്ടെ, അതിൻ്റെ തിരക്കഥ ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, എല്ലാത്തിലും നമ്മൾ പണ്ട് കണ്ട മലയാള സിനിമയല്ല അല്ലേ. കണ്ടന്റിലൊക്കെ ആണെങ്കിൽ എത്ര വ്യത്യാസമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ശരിക്കും സിനിമ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു സിനിമ ഇറങ്ങുന്നതിനൊക്കെ മുൻപ് തന്നെ നമ്മൾ അതിൻ്റെ പോസ്റ്റർ ആയിക്കോട്ടെ, അതിൻ്റെ ട്രെയിലർ ആയിക്കോട്ടെ, നമ്മളെ എല്ലാം സെർച്ച് ചെയ്ത് ആ സിനിമയെ കുറിച്ച് നമ്മൾ തന്നെ നമ്മുടെ മൈൻഡിൽ ഓക്കെ ഇങ്ങനെ ആയിരിക്കും എന്ന് ഫിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ സിനിമ കാണാൻ പോകുന്നത് തന്നെ. അതെ, ഇപ്പം നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് നമുക്കതുപോലെ ട്രെയിലർ കാണാം, എന്തും നമുക്ക് ഓൺലൈൻ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ കാണാം. പക്ഷെ പണ്ടൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് സിനിമ ഇറങ്ങാൻ പോകുന്നതിൻ്റെ ഒരു പോസ്റ്റർ ഉണ്ടാവും, അത് കഴിഞ്ഞ് നേരെ സിനിമയാണ്. അപ്പോൾ അന്നത്തെ ആളുകൾക്ക് അത്ര വലിയ പ്രഡിക്ഷൻസ് ഉണ്ടാവില്ല. നമ്മൾ ജസ്റ്റ് നേരെ പോയി കാണുന്നു, സിനിമ കാണുന്നു, അത് കഴിഞ്ഞിട്ടാണ് അഭിപ്രായം. ഇന്ന് നമ്മളിപ്പോൾ സൂര്യ പറഞ്ഞ പോലെ നമുക്ക് പ്രഡിക്ഷൻ ഉണ്ട്, ട്രെയിലർ ഉണ്ട്, അതിൻ്റെ പ്രൊമോഷൻസ് ഉണ്ട്, പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലൊക്കെ ഭയങ്കര മാറ്റങ്ങളാണ്. അതൊരു വലിയൊരു മാറ്റമാണ്. അന്നത്തെ കാലഘട്ടം നമ്മളുടെയൊക്കെ മാതാപിതാക്കളുടെ കാലം നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജസ്റ്റ് ഒരു പോസ്റ്റർ കാണുന്നു, പിന്നെ ഇന്നത്തെ ഡേറ്റിലാണ് സിനിമ ഇറങ്ങുന്നത്, ലാലേട്ടൻ്റെ സിനിമ, മമ്മൂക്കയുടെ സിനിമ, അങ്ങനെ അവർ ചൂസ് ചെയ്താണ് സിനിമ കാണുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നല്ലൊരു കണ്ടന്റ് ഉണ്ടോ, നല്ലൊരു കാര്യം അതിൽ പറയുന്നുണ്ടോ, അതുണ്ടെന്നുണ്ടെങ്കിൽ അവർ കാണും. അതിലിപ്പോൾ മോഹൻലാലിൻ്റെ സിനിമയാണെന്നില്ല, മമ്മൂട്ടിയുടെ സിനിമയാണെന്നില്ല, അതിൽ കണ്ടന്റ് ഇല്ലേ, കാര്യമില്ലേ, അവർക്കത് കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സിനിമ പൊട്ടും. അതിപ്പോൾ മോഹൻലാലാണെങ്കിലും മമ്മൂട്ടിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. മലയാള സിനിമയിൽ മാത്രമല്ല, ഇപ്പോൾ ഏത് സിനിമയിലാണ്, തമിഴായാലും ഹിന്ദി ആയാലും അങ്ങ് ബോളിവുഡ് വരെ അങ്ങനെ തന്നെയല്ലേ. ഇപ്പോൾ വാർ 2 എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി, ഋതിക് റോഷൻ ആയിരുന്നു അതിൻ്റെ നായകനായി എത്തിയത്. ഭയങ്കര പ്രഡിക്ഷൻസും ഭയങ്കര ഫാൻ ഫോളോയിങ് ഒക്കെ ഉണ്ടായിരുന്ന ഭയങ്കര ഒരു ഹിറ്റ് എന്ന് അവർ പറഞ്ഞുറപ്പിച്ച ഒരു സിനിമയായിരുന്നു. പക്ഷെ അത് ഇറങ്ങിയപ്പോൾ എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല. ആ പ്രഡിക്ഷൻസ് എല്ലാം വേസ്റ്റായി. അതാണ്, സിനിമ ജനങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതവിടെ പൊട്ടും. അതിപ്പോൾ ഋതിക് റോഷൻ ആയിക്കോട്ടെ, മമ്മൂട്ടി ആയിക്കോട്ടെ, മോഹൻലാൽ ആയിക്കോട്ടെ, രജനികാന്ത് ആയിക്കോട്ടെ, ആരുടെ സിനിമയാണെങ്കിലും. അപ്പോൾ കണ്ടന്റിൽ അന്നത്തെക്കാളും ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കണ്ടന്റാണ് മെയിനായിട്ട് എല്ലാവരും ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. കണ്ടന്റ് ഉണ്ടായാൽ മാത്രം പോരാ, അത് ജനങ്ങൾക്ക്, പ്രേക്ഷകർക്ക് അത് കണക്ട് ചെയ്യാനും കൂടി കഴിയണം. പാർദ്ര പറഞ്ഞ പോലെ പണ്ടത്തെ കാലത്തെ സിനിമ എന്ന് പറയുന്നത് ഏറ്റവും 1928 വിഗതകുമാരൻ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അതും നിശബ്ദമായ ഒരു സിനിമയാണ്. അപ്പൊ ഇന്നൊന്നും നമുക്ക് അങ്ങനെ ഒരു സിനിമയെ പറ്റി ചിന്തിക്കാൻ കൂടെ പറ്റില്ല. കാരണം നമ്മൾ ആദ്യം ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നോക്കാൻ പോകുന്ന അതിൽ സോങ് ഏതായിരിക്കും, അല്ലെങ്കിൽ അതിൽ ഹീറോയിൻ പറയുന്ന ഡയലോഗ് എന്തായിരിക്കും, അതൊക്കെ ആയിരിക്കും നമ്മൾ നോക്കുക. പിന്നീട് 1938 ബാലൻ എന്ന് പറയുന്ന ശബ്ദചിത്രം പുറത്തിറങ്ങുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മളൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ വളരെ മാറ്റങ്ങൾ തന്നെയാണ് മലയാള സിനിമയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ആർദ്ര കണ്ടന്റിന്റെ കാര്യം പറഞ്ഞല്ലോ. കണ്ടന്റ് എന്ന് പറയുമ്പോൾ മലയാള സിനിമ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു ഗ്രോത്തിലാണ് നമ്മുടെ കണ്ടന്റ് പോകുന്നത്. അതുപോലെ തന്നെ ഒരു 2030 കൂടി എന്തായിരിക്കും ആർദ്രയ്ക്ക് തോന്നുന്നത്? കണ്ടന്റിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു മാറ്റത്തിന് ഉദാഹരണം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എമ്പുരാൻ സിനിമ നമുക്കറിയാം. അത് നമ്മുടെ മോഹൻലാലും പൃഥ്വിരാജും കൂട്ടുകെട്ടിൽ ഇറങ്ങിയ ഒരു സിനിമയുടെ 2ാം ഭാഗമായിരുന്നു. ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്താണ് സൂര്യക്ക് തോന്നിയത്? ഒരു തുടക്കം തന്നെ ആ ഫൈറ്റും കാര്യങ്ങളും, മോഹൻലാലിൻ്റെ ഇൻട്രോ, ഫുൾ ഒരു ഹോളിവുഡ് ലെവൽ, ഒരു എന്താ പറയുക, ഒരു സിനിമാറ്റിക് ഒരു ഫീലായിരുന്നു ആ സിനിമ. അത് നമുക്ക് പൃഥ്വിരാജ് മലയാള സിനിമയിൽ തുടക്കം വെച്ചു. അത് 2025 തുടക്കം വെച്ചു. 2030 ആകുമ്പോൾ ഒരു പക്ക ഹോളിവുഡ് ലെവലിലേക്ക് നമുക്ക് അഭിമാന പുരസ്സരം എടുത്തു പറയാൻ കഴിയുന്ന അതിൻ്റെ സിനിമോട്ടോബയോഗ്രഫി ആയിക്കോട്ടെ, തിരക്കഥ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു സീൻ ആയിക്കോട്ടെ, നമുക്കൊരു ഹോളിവുഡ് ലെവലിലേക്ക് മലയാള സിനിമയെ നമുക്ക് ഉയർത്തി നിർത്താൻ കഴിയുന്ന ഒരു ലെവലിലേക്കുള്ള ഒരു മാറ്റം തന്നെയായിരിക്കും ഉണ്ടാവുക. പിന്നെ അതുപോലെ എടുത്തു പറയുന്ന ഒരു സിനിമയാണ് ARM. ഭയങ്കര ഒരു ടൊവിനോ അഭിനയിച്ച ഒരു സിനിമയായിരുന്നു. അത് ഭയങ്കര ഹിറ്റായി. അതിൻ്റെ മ്യൂസിക് ആയിക്കോട്ടെ, അതിൻ്റെ ഓരോ സീൻ ആയിക്കോട്ടെ, ഷോട്ട് ആയിക്കോട്ടെ, അതൊക്കെ മുമ്പുണ്ടായ മലയാള സിനിമയിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമായിട്ടുണ്ടായ ഒരു ഷോട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്കൊന്ന് കുറച്ചുകൂടെ എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആയിരിക്കും ഇനി തൊട്ട് ഒരു 2030 തൊട്ട്
ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് എന്നാണ് എൻ്റെ ഒരു തോന്നല്. തീർച്ചയായും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ലോക സിനിമ. ഒരു KGF എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ KGF 1, 2, 3 എന്നൊക്കെ അവർ പറയുന്നുണ്ട്, അത് ഇറങ്ങുന്നും പറയുന്നുണ്ട്, നമ്മൾ 2 വരെ ഇറങ്ങി. അതുപോലെ നമുക്ക് ഇറങ്ങാം. ഒരു ലോക അത് ഹിറ്റായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ 2ഉം 3ഉം 4ഒക്കെ വന്ന് നമുക്ക് ഇന്ത്യയിൽ ഒരു ബോളിവുഡ് ലെവലിനേക്കാളും എനിക്ക് തോന്നുന്നു ഹോളിവുഡ് ലെവലിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള പരീക്ഷണങ്ങളാണ് ഇപ്പോൾ മലയാള സിനിമയിലുണ്ടാകുന്നത്. എമ്പുരാനായാലും ഇപ്പോൾ ഇറങ്ങാനിരിക്കുന്ന ലോകയായാലും അതിനൊക്കെ ഉള്ള ഉദാഹരണമാണ്. ഇപ്പോൾ 2030 എന്തായാലും ഒരു മലയാള സിനിമ എന്ന് പുച്ഛിച്ച് തള്ളേണ്ട ഒരു കാര്യം ഉണ്ടാവില്ല. പണ്ടൊക്കെ മലയാള സിനിമ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പുച്ഛമായിരുന്നു. എവിടെ നമ്മൾ അധികം അങ്ങനെ അറിയുന്നില്ല. നമ്മൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങൾ, ഏറ്റവും സാധാരണക്കാരൻ്റെ ജീവിതമായിരുന്നു മലയാള സിനിമ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്, ഭൂരിഭാഗം സിനിമകൾ. അതുകൊണ്ട് നമുക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന സിനിമകളായിരുന്നു. നമ്മൾ തമിഴ് സിനിമ, ഹിന്ദി സിനിമ ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതലും വരുന്നത് ലവ് സ്റ്റോറീസ് ആയിരുന്നു. ശരിക്കുള്ള റിയൽ ലൈഫിനെ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള സാധാരണക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമകളൊക്കെ വളരെ കുറവാണ്. കുറച്ച് കാലം ഒരു 2016 അല്ലെങ്കിൽ 2015 ആ ഒരു സ്റ്റേജ് തൊട്ടാണ് തമിഴ് സിനിമയിലും ഹിന്ദി സിനിമയിലൊക്കെ കണ്ടന്റുകളായിട്ടുള്ള സിനിമകൾ വരുന്നത്. അത് എടുത്തു പറയാൻ കാരണം മലയാളം സിനിമ പ്രചോദനം കൊണ്ടാണ് അവരങ്ങനെയുള്ള സിനിമകൾ ചെയ്യണമെന്ന് തമിഴിലെ തന്നെ പ്രമുഖ താരങ്ങൾ പിന്നീട് തുറന്നു പറയുന്നുണ്ട്. നമ്മുടെ തമിഴിലും ഇതുപോലുള്ള സിനിമകൾ വരണമെന്നും. അതിന് ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത് മലയാള സിനിമയാണ്. മലയാള സിനിമ അവർ എടുത്തു നോക്കുന്നത് അവർക്ക് ഒരു സിനിമ ചെയ്യുമ്പോൾ അതെങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ആൾക്കാർ സ്വീകരിക്കുമെന്നുള്ള ഒരു പാഠപുസ്തകം പോലെയാണ് മലയാള സിനിമ എടുത്തു നോക്കിയിട്ടുണ്ടായിരുന്നത്. എങ്കിലും മലയാള സിനിമ എവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. മലയാള സിനിമയിൽ അധികം ആരും അറിയില്ലേ. ഇപ്പോൾ നമ്മൾ തമിഴിൽ നമുക്ക് ഒരുപാട് പേര് അറിയാമല്ലേ, നമുക്ക് എല്ലാവരും അറിയാം. അതുപോലെ മലയാള സിനിമയിൽ അവർക്ക് ആകെ അറിയേണ്ടത് മോഹൻലാലും മമ്മൂട്ടി. അതുപോലെ തന്നെ ഇന്നത്തെ സിനിമകൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കൂടുതലും സ്റ്റാർ വാല്യൂ കുറഞ്ഞു വരികയാണ്. അതായത് ഇന്നത്തെ മലയാള സിനിമയായാലും ഏത് സിനിമയായാലും കൂടുതൽ, പ്രത്യേകിച്ച് മലയാള സിനിമ തന്നെ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പുതുമുഖങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു ചാൻസ്, ഇപ്പൊ ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് തോന്നും ചിലപ്പോൾ പുതുമുഖമായിരിക്കും എങ്കിൽ കൂടി ഫസ്റ്റ് ടൈം അവർ സിനിമയിൽ അഭിനയിക്കുകയാണെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നില്ല. അവരെ ആ ഒരു ഒറ്റ അഭിനയം കാണുമ്പോൾ ചിലപ്പോൾ തോന്നിപ്പോവും ആ ഒരു ക്യാരക്ടറിന്റെ സ്ഥാനത്ത് നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷെ വേറൊരു ക്യാരക്ടറിനെ കൂടി ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്കൊന്ന് പുതുമുഖങ്ങൾക്ക് നല്ലൊരു ചാൻസ് ഈ ഒരു കാലഘട്ടത്തിൽ കിട്ടി തുടങ്ങുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഇന്നത്തെ സോഷ്യൽ മീഡിയ ആണ്. പണ്ട് എങ്ങനെയാണ് നമ്മൾ ആക്ടേഴ്സിനെ അല്ലെങ്കിൽ ആക്ട്രസിനെ സെലക്ട് ചെയ്യുന്നത് പറയുന്നത് വനിതയുടെ ഒരു കവർ പേജ് ഉണ്ടോ, ആ കവർ പേജിലെ ഫോട്ടോ കണ്ടിട്ടാണ് ഭൂരിഭാഗം ആക്ട്രസിനെ, നമ്മുടെ സംയുക്ത വർമ്മ, മഞ്ജു വാര്യർ, അവരുടെയൊക്കെ ഒരു കവർ പേജ് വനിതയിൽ വന്നിട്ട് ഈ കുട്ടി കൊള്ളാന്ന് പറഞ്ഞാണ് അവർ സിനിമയ്ക്ക് എടുക്കണം. ഇന്ന് അങ്ങനെയല്ലേ. അതെ, ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഏത് തരത്തിലുള്ള കണ്ടന്റ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ സുമതി വളവ് എന്ന് പറയുന്ന സിനിമയിലെ ഒരു നായിക കഥാപാത്രം ചെയ്ത ജസ്ന. അവർ സോഷ്യൽ മീഡിയയിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റർ മാത്രമായിരുന്നു. അവർ ആ ഒരു പ്ലാറ്റ്ഫോമിനെ മാക്സിമം യൂസ് ചെയ്തു. പക്ഷേ ആ ഒരു ജസ്നയുടെ ആ ഒരു നോട്ടത്തിന് എന്തോരം കയ്യടി കിട്ടിയെന്ന് അറിയോ. അതാണ് പറഞ്ഞത്, നമ്മൾ ഇന്ന് കാണുന്ന കാലമായിരുന്നില്ല പണ്ട്. നമുക്കിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഒരു കഴിവുണ്ടോ, അതിന് നമുക്ക് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ ഒരു സ്ഥലമുണ്ട്, അതിനനുസരിച്ച് നമ്മൾ എത്തും ചെയ്യും. അത് ഏറ്റവും വലിയൊരു മാറ്റമാണ് മലയാള സിനിമയിൽ നിന്നല്ല ഏത് സിനിമയിലാണെങ്കിലും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു AI കാര്യം. ഇപ്പൊ സത്യം പറഞ്ഞാൽ AI കടന്നു വന്നതോട് കൂടി സത്യം പറഞ്ഞാൽ പലർക്കും ഇപ്പൊ പണി ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇനി കുറച്ചും കൂടെ കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ തിയേറ്ററിൽ പോയിട്ട് നമുക്ക് ഇതുപോലെയുള്ള സിനിമകളൊന്നും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചും കൂടി വെർച്വൽ റിയാലിറ്റി എല്ലാം യൂസ് ചെയ്തിട്ടുള്ള അത്തരം ടൈപ്പ് സിനിമകളായിരിക്കും ഒരു പക്ഷെ ഇനി വരാൻ പോകുന്നത്. തീർച്ചയായും ഈ AI മലയാള സിനിമയിൽ നിന്ന് മാത്രമല്ല ഏത് സിനിമയിലാണെങ്കിലും ഒരു വെല്ലുവിളിയാണ്, ഒരു വില്ലനാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് ബോളിവുഡിൽ ഒരു സമരമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വട്ടം ഈ അടുത്തായിട്ട് അറിഞ്ഞിരുന്നു ധനുഷിന്റെ ഒരു മൂവിയില്, അംബികാപതി മൂവിയില് അതിന്റെ സെക്കൻഡ് അവര് രണ്ടാമത് റിലീസ് ചെയ്തപ്പോ അതിന്റെ ക്ലൈമാക്സ് മാറ്റി അതിന്റെ ധനുഷ് എന്തൊക്കെയോ വലിയ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ്, അപ്പൊ മലയാളം നമുക്ക് എന്തും ചെയ്യാം. AI ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ കഴിയണ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ AI വില്ലനാന്ന് പറയാൻ പറ്റില്ല. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണവര് അതിനനുസരിച്ച് അവര് ഒരു എന്താ പറയാ അവരുടേതായ രീതിയിൽ വളർന്നു വരും. അപ്പൊ അത് യൂസ് ചെയ്യാൻ അറിയണ ആൾക്കാർക്ക് അത് നല്ല രീതിയിൽ യൂസ് ചെയ്യാം. മറ്റുള്ളവരുടെ ജോലി കളയുന്നൊന്നുമില്ല AI, പക്ഷെ നന്നായി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയ ഉദാഹരണം എമ്പുരാൻ സിനിമ തന്നെ പറയാം. പൃഥ്വിരാജ് നമ്മുടെ എല്ലാം ഇപ്പോൾ വലിയൊരു നടനായി, മോഹൻലാലിനും മമ്മൂട്ടിക്ക് ശേഷം ഇനി ആരും ചോദിക്കുമ്പോൾ പൃഥ്വിരാജ് എന്നുള്ളൊരു ഉത്തരവ് നമ്മൾ പറയുന്നുണ്ട്. സംവിധായകനാണെങ്കിലും നടനായാലും ആളും എമ്പുരാനിൽ കുറേ AI ടൂളൊക്കെ യൂസ് ചെയ്തെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആളത് മാക്സിമം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹോളിവുഡ് ലെവലാണെന്ന് ഞാൻ പറഞ്ഞു എമ്പുരാൻ, അത് പലരുടെ അഭിപ്രായമായിരുന്നു. അപ്പോൾ അതിലും വലിയ രീതിയിൽ ഇനി കാണാൻ കഴിയും.
അത് മലയാള സിനിമയിൽ വലിയൊരു 2030 ആകുമ്പോഴേക്കും വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ. ഇപ്പോ AI-ലൊരു പാട്ടായിക്കോട്ടെ, എന്തെങ്കിലും ഒരു സ്ക്രിപ്റ്റ് ഇട്ട് കൊടുത്താൽ മതി, അപ്പൊ ബാക്കി പണികൾ പിന്നെ AI നോക്കും. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ച് ഇപ്പൊ മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അവർ ആവശ്യത്തിന് സ്വത്തും കാര്യങ്ങളൊക്കെ സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും ബാക്കി ആൾക്കാരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ അവരൊക്കെ പണി പോവാൻ മിക്കതും ചാൻസ് ഉണ്ട്. അതായത് സ്ക്രിപ്റ്റ് റൈറ്റർ ആയിക്കോട്ടെ, ഡയറക്ടർ ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ കാര്യത്തിൽ അത്യാവശ്യം ഒരു പേടിക്കേണ്ട ഒരു ഇതാണ് അവരെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മളിപ്പോ ഇപ്പൊ സൂര്യ പറഞ്ഞ പോലെ AI അങ്ങനെ ഒരു വില്ലനായി മാറാം. പക്ഷെ AI ചെയ്ത പാട്ടുകളും അല്ലാണ്ട് ചെയ്ത പാട്ടുകളും നമുക്കിപ്പോ സാധാരണക്കാർക്ക് എല്ലാവർക്കും യൂസ്ഡ് ആയി അല്ലേ? ഇത് AI ചെയ്തതാണ് അല്ലെങ്കിൽ ഇത് AI ചെയ്യാത്തതാണ് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അതിൽ മറ്റൊന്നുണ്ട് കാര്യം, AI-ലാവുമ്പോ പൈസ കൊടുക്കണ്ട. പക്ഷെ ആ ജനങ്ങൾക്ക് മനസ്സിൽ നിന്നൊരു ഫോട്ടോ കണ്ട അത് AI ചെയ്തത്, ഇന്നൊരു ലിറിക്സ് കണ്ട ഇത് AIക്ക് ചെയ്യാൻ പറ്റുന്നതും സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഫറൻസ് ഇന്നത്തെ ജനങ്ങൾക്ക്, പ്രേക്ഷകർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് AI വന്നുകൊണ്ട് നമുക്കൊരു മാറ്റം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ജനങ്ങൾക്ക് മനസ്സിലാവും, ഓ ഇത് AI ആണല്ലോ, അത് അയാളുടെ കഴിവല്ല എന്ന്. അപ്പോൾ AI നമുക്ക് യൂസ്ഡായി സാധാരണക്കാർക്ക് ഇത് ഇങ്ങനെയൊക്കെയാണെന്നും. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഗ്ലോബൽ റീച്ചാണ്. മലയാള സിനിമ നമ്മൾ ഇന്നലെ കണ്ട മലയാള സിനിമയല്ല ഇന്നുള്ളത്. ഗ്ലോബലി ഇപ്പം തന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. 2030 ആകുമ്പോൾ ഗ്ലോബലി എത്ര മാറ്റങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും മലയാള സിനിമയെ ഗ്ലോബലി പ്രേക്ഷകർ സ്വീകരിക്കാൻ തോന്നുന്നത്? ഞാൻ പറയട്ടെ, ഈ പ്രേക്ഷകർ എന്ന് പറയുന്നത് അതായത് അറ്റ് ദ ടൈം അവരുടെ ചോയ്സുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇന്ന് അവർക്കൊരു കോമഡി സിനിമയായിരിക്കും കാണാൻ ഇഷ്ടപ്പെടുക, പക്ഷെ നാളെ അവർക്കൊരു ക്രൈം സിനിമ കാണാനായിരിക്കും താല്പര്യം. അപ്പോൾ പ്രേക്ഷകരുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് ഈ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആയിക്കോട്ടെ, അഭിനയിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, അതിനനുസരിച്ച് പ്രേക്ഷകരുടെ ഈ താല്പര്യത്തിനനുസരിച്ച് സിനിമ ചെയ്താലേ കുറച്ചും കൂടെ വിജയിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ ടൈപ്പ് പ്രേക്ഷകരുണ്ട്. കോമഡി ഇഷ്ടപ്പെടുന്നവരുണ്ട്, ലവ് ട്രാക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവർക്ക് എല്ലാവർക്കും വേണ്ടി നമുക്കൊരു സിനിമ ചെയ്യാൻ പറ്റില്ല. നമ്മൾ കുറച്ച് പേരെ ചൂസ് ചെയ്തിട്ട് ഇന്ന ആൾക്കാർക്ക് വേണ്ടി ഇന്ന അതെ, ഏത് കാറ്റഗറിയിലാണ് ഓരോ കാറ്റഗറിക്ക് വേണ്ടിയിട്ടാണ് ഓരോ സിനിമ ഇറക്കുന്നത്. അപ്പൊ എങ്ങനെ സിനിമ ഇറക്കിയാലും ഗ്ലോബലി അതിന് റീച്ച് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിൽ എന്താ പറയാ, നമ്മൾ പറഞ്ഞ പോലെ ഒരു നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടാവണം, നല്ലൊരു തിരക്കഥ ഉണ്ടാവണം, നല്ലൊരു ഡയറക്ഷൻ. മ്യൂസിക് ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു ഘടകം. അതെ, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ സിനിമകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 10-15 മ്യൂസിക് ഉണ്ടാവും. വെറുതെ ഒരു പാട്ട് എവിടെയെങ്കിലും ഒക്കെ കുത്തിക്കേറ്റിട്ടുണ്ടാവും. ആ പാട്ടിന് ഫാൻസ് ഉണ്ട്, ഇല്ലാതല്ല. എന്തിനു കൂടുതൽ പറയണം, നമ്മുടെ കൂലി സിനിമ തന്നെ എടുത്ത് നോക്ക്. കൂലി സിനിമയിലത്തെ കൂലി അത്ര ഞാൻ കണ്ടിട്ടില്ലെങ്കിലും നല്ലതല്ല എന്നാണ് കൂടുതലും പ്രതികരണം ഞാൻ കേട്ടത്. പക്ഷെ അതിലത്തെ മോണിക്ക പാട്ട് നോക്ക്, എന്തൊരു ഹിറ്റാ. ഇപ്പൊ നമ്മൾ പോലും കഴിഞ്ഞ ദിവസം റീൽ ചെയ്ത് ഓർമ്മ. അതെ, അതുപോലെ തന്നെ മറ്റൊരു സിനിമയായിരുന്നു റെട്രോ. സൂര്യ അഭിനയിച്ചിറങ്ങിയ സിനിമ, ഭയങ്കര സൂര്യ ഫാൻസ് ആയ എല്ലാവരും വെയിറ്റ് ചെയ്ത സിനിമയായിരുന്നു. ആ സിനിമയും വലിയ കാര്യമില്ലാതെ പോയി. സിനിമ ഹിറ്റായില്ലെങ്കിൽ ആ പാട്ട് ഹിറ്റായി. കണിമ എന്ന് പറഞ്ഞ പാട്ട് ഇറങ്ങിയതിന് ശേഷം പിന്നെ സോഷ്യൽ മീഡിയ തന്നെയായിരുന്നു. അപ്പൊ പാട്ടും നമ്മൾ പറഞ്ഞ പോലെ പാട്ടിന് പണ്ടുള്ള ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാട്ടുകൾ ഉണ്ടായിരുന്നു. ഒരാൾ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോൾ ലവ് പറയാണ്, അപ്പോൾ അവിടെ ഒരു പാട്ട്. അല്ലെങ്കിൽ സിനിമ അവസാനിക്കുകയാണ്, അവിടെ ഒരു പാട്ട്. അച്ഛനോടുള്ള സ്നേഹം, അവിടെ ഒരു പാട്ട്. ഇന്ന് അങ്ങനെയല്ല. പാട്ടുകൾ ഒരുവിധം പറഞ്ഞ് നമ്മൾ കുറഞ്ഞു വരാണ്. നമ്മുടെ അവിടെ ഒരു സീൻ അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റ് അവിടെ പാട്ടിന് ഒരു അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ പാട്ടുകളുള്ളൂ. അങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. നമ്മൾ മുന്നേ സിനിമയിൽ കണ്ട പോലെ. അതെ, തമിഴും മലയാളം എടുക്കുമ്പോൾ ശരിക്കും ആ ഡിഫറൻസ് മനസ്സിലാവും. മലയാളത്തിലുള്ള നമ്മൾ ആഗ്രഹിക്കാറുണ്ട് എപ്പോഴെങ്കിലും ഒരു ആ അനിരുദ്ധ ഫീല് നമ്മുടെ ബോളിവുഡിലും കിട്ടുകയാണെങ്കിൽ കുറച്ച് നന്നായിരിക്കും എന്നുള്ളത്. നമുക്ക് സുഷിൻ ശ്യാം ഉണ്ടല്ലോ, നമുക്ക് നോക്കാം ഇനി വരുന്ന സിനിമകളൊക്കെ എങ്ങനെയാണ്. അതെ, ഭാവിയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 2030 ഒരു പക്ഷെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലോ. ഇപ്പൊ പണ്ടത്തെ സിനിമ എടുത്ത് നോക്കാണെന്നുണ്ടെങ്കിൽ ഹീറോയിൻസിന് വേണ്ടിയിട്ട് മാത്രം ഒരു സോങ് ഉണ്ടാവും. അവരെങ്ങനെയാണ് ജീവിക്കേണ്ടത്, അവരുടെ ലൈഫ് എങ്ങനെയാണ് ആടിപ്പാടി എന്നൊക്കെ പറഞ്ഞ്. ഇന്ന് അങ്ങനത്തെ ഇൻട്രോ സോങ്സ് ഒന്നും കാണാനില്ല. ഇന്നത്തെ സിനിമയിൽ ഒരു സോങ് ഉണ്ടെങ്കിൽ തന്നെ തമിഴിലാണെന്നുണ്ടെങ്കിൽ കുറെ വെറുതെ ആവശ്യമില്ലാത്ത പോലെ വലിച്ചു വാരി ഉണ്ടാവുമെങ്കിലും നമ്മുടെ മലയാളത്തിലെ ഇപ്പോൾ ചില സിനിമകളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറവായിരിക്കും. ഒരു സോങ്ങോ 2 സോങ്ങോ അത്രയും അവർ നിർത്തും. കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇതുപോലെ ഈ സ്റ്റോറിക്കായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു മലയാള സിനിമ മിക്ക സിനിമകളും ഇപ്പൊ വിജയിച്ച് വരുന്നുണ്ട്. അതെ, അവിടെ സ്റ്റോറി ആ ഒരു മ്യൂസിക് ആവശ്യമുണ്ടോ ആ സ്റ്റോറിക്ക് അവിടെ, അതുണ്ടെങ്കിൽ മാത്രമേ ഇപ്പൊ മ്യൂസിക് അവിടെ കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ മുന്നേ പറഞ്ഞ പോലെ കുറച്ചും കൂടിയും താരപദവി ഇല്ലാത്ത സിനിമകൾ വിജയിക്കുന്നുണ്ട്. കണ്ടന്റ് ആണ്, അത് പ്രേക്ഷകർ മാറി, അതാണ് ഏറ്റവും വലിയ കാര്യം. പണ്ടത്തെ പ്രേക്ഷകരല്ല. പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ ഫാൻസ് ആ സിനിമ വിജയിപ്പിക്കും, മമ്മൂട്ടിയുടെ ഫാൻസ് മോഹൻലാൽ വേണമെന്നോ മമ്മൂട്ടി വേണമെന്നോ അറ്റ്ലീസ്റ്റ് ഇതുപോലെ നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ ഒരു പാട്ട് ഹിറ്റായി മതി. ആ പാട്ട് ഹിറ്റായത് കൊണ്ട് തന്നെ ചിലപ്പോൾ ആ സിനിമ കാണാനായിട്ട് ഒരുപാട് പേര് പോകുന്നുണ്ടാവാം. അതെ, ആ പാട്ട് സിനിമ ഹിറ്റായില്ലെങ്കിലും പാട്ടിന് വേണ്ടി ഒരു ഫാൻസ് ഉണ്ടാവും. സിനിമയ്ക്ക് ഫാൻസ് ഇല്ലെങ്കിലും അതെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മോനിക്ക, അതൊക്കെ അതുപോലെ പോകുന്ന കുറെ സംഭവങ്ങളാണ്. അതെ, ആ പാട്ട് കാരണം ആ സിനിമ ശ്രദ്ധിക്കപ്പെടുന്നവരുണ്ട്. ഒരു സിനിമ എന്ന് പറയുന്നത് ഒരുപാട് പേരെ കഷ്ടപ്പാടിന്റെ ഫലമാണ് ശരിക്കും അല്ലെ. അപ്പോൾ പക്ഷേ ഈ OTT വന്നതിന് ശേഷം ശരിക്കും തിയേറ്റർ ഉടമകളായിക്കോട്ടെ, അതുപോലെ നിർമ്മാതാക്കളായിക്കോട്ടെ, അവരൊക്കെ നേരിടുന്ന പ്രധാന വെല്ലുവിളി എനിക്ക് തോന്നുന്നു ഈ OTT തന്നെയായിരിക്കും. ഈ OTT ജനങ്ങളിലേക്ക് എത്താൻ വലിയൊരു കാരണം കൊറോണ ആയിരുന്നു. കൊറോണ സമയത്താണ്
സമയത്താണ് നമ്മൾ ഈ OTT-ലേക്ക് ചേഞ്ച് ആവണേ. അന്ന് ഇറങ്ങിയ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൂര്യയുടെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, സുര റിപ്പോർട്ടർ. അതുപോലെ തന്നെ മറ്റൊരു സിനിമയായിരുന്നു JB. സൂര്യയുടെ കരിയറിൽ ഏറ്റവും ചേഞ്ച് കൊടുത്ത നല്ലൊരു 2 സിനിമകളായിരുന്നു. ആ സിനിമ തിയേറ്ററിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ഞാൻ ആശിച്ചു പോവാണ്. കാരണം അത്രയും ഹിറ്റ് കൊടുത്ത സിനിമ അത് രണ്ടും OTT-ൽ ഇറങ്ങേണ്ട അവസ്ഥയുണ്ടായിരുന്നു. അതിന് കാരണം കൊറോണയാണ്. കൊറോണ പ്രേക്ഷകർ ഒരു വിധത്തിൽ മാറ്റി. ഇന്ന് നമുക്ക് തിയേറ്റർ വേണ്ട, ഒന്നും വേണ്ട. ഒരു വീടും ഒരു ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റൂമിൽ അടച്ചിട്ടിരുന്ന് നമ്മൾ സിനിമ കാണാണ്. അതുപോലെ മറ്റൊന്നാണ് ഈ വ്യാജ പതിപ്പ് ഇറങ്ങുന്നത്. അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് ഭൂരിഭാഗം ആൾക്കാരും. ഇപ്പൊ അത്രയും കഷ്ടപ്പെട്ട് ഒരു സിനിമ ചെയ്യുന്നു, അത് തിയേറ്ററിൽ പോയിട്ട് നമ്മൾ കാണുന്നു, ആദ്യത്തെ ദിവസം തന്നെ സിനിമ ചിലപ്പോൾ ഇറങ്ങണേക്കാൾ മുന്നേ തന്നെ വ്യാജ പതിപ്പായിരിക്കും ഏറ്റവും ആദ്യം റിലീസ് ആവുന്നത്. അതെ, വ്യാജ പതിപ്പ് മാത്രമല്ലാണ്ട് ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഫാൻസ്, അത് പറയുകയാണെങ്കിൽ ഫാൻസിൻ്റെ ഏറ്റവും വലിയൊരു മോശം സ്വഭാവം എന്ന് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ ഒരു വലിയൊരു സിനിമയുടെ ഒരു ഷൂട്ട് നടക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫാൻസ് അവിടെ നിന്ന് കുറച്ച് ക്ലിപ്പ് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ അവർ ഒളിപ്പിച്ച് വെച്ചേക്കുന്ന സസ്പെൻസും അതെല്ലാം പൊളിയാണ്. അതെ, ഒരാളിട്ടാൽ മതി, പിന്നെ പോവുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഭയങ്കര മോശമായിട്ടുള്ള പ്രവൃത്തിയാണ്. ഒരു പ്രേക്ഷകർ എന്ന നിലയിൽ അതൊരിക്കലും അങ്ങനെ ചെയ്യരുത്. വ്യാജപതിപ്പാണെങ്കിലും ഇങ്ങനെ ഷൂട്ട് ചെയ്ത് തരുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അവർ ചിലപ്പോൾ അവരോടുള്ള ഇഷ്ടം കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സൂര്യ അല്ലെങ്കിൽ നമ്മുടെ വിജയ്, നമ്മുടെ ലാലേട്ടൻ മോഹൻലാൽ സിനിമയിൽ ഇങ്ങനെ അഭിനയിക്കുകയാണ്, അത് ഞാൻ കണ്ടു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇടുന്നതായിരിക്കാം. പക്ഷെ അത് ചെയ്യുന്നത് അവർക്ക് വലിയൊരു നഷ്ടമാണെന്ന് പലരും ഇന്നും അത് മനസ്സിലാക്കുന്നില്ല. അത് ഏറ്റവും വലിയൊരു ബാഡായിട്ടുള്ളൊരു ചിന്താഗതിയാണ് നമ്മുടെ പ്രേക്ഷകർക്കിടയിൽ. പിന്നെ മറ്റൊരു കാര്യമാണ്, ഇന്നത്തെ സോഷ്യൽ മീഡിയ കൊണ്ടുവന്ന മറ്റൊരു വലിയ വെല്ലുവിളിയാണ് റിവ്യൂ. റിവ്യൂ എന്ന് പറയുന്നത്, നമ്മളൊരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാനടക്കമുള്ള ആൾക്കാർ റിവ്യൂ നോക്കിയിട്ട് സിനിമയ്ക്ക് പോകാറുള്ളൂ. അപ്പോൾ പലരും പറയും ഈ റിവ്യൂ നോക്കി പോകരുത്, അല്ലാണ്ട് പോയി സിനിമ കാണണം, എന്നാലേ നിനക്ക് മനസ്സിലാവുള്ളൂ എന്ന്. അതാണ് ആർദ്ര ഞാൻ പറഞ്ഞത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഓഡിയൻസ് പല മൈൻഡുള്ള ആൾക്കാരാണ്. അപ്പൊ ആർദ്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കില്ല എനിക്ക് ഇഷ്ടപ്പെടുക. അതുകൊണ്ട് ആർദ്ര പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം റിവ്യൂ കണ്ടിട്ട് നമ്മൾ ഒരിക്കലും ഒരു സിനിമയെ വിലയിരുത്താൻ പാടില്ല. നമ്മൾ പോയി കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് മാത്രമേ, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതിനുശേഷം മാത്രമേ നമ്മൾ ശരിക്കും ഒരു സിനിമയെ കുറിച്ച് വിലയിരുത്താൻ പാടുള്ളൂ. ഈ സിനിമയുടെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് മാത്രം സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ ചാനൽ തുടങ്ങിയവരുണ്ട്. അപ്പോൾ അതിന് വ്യൂസ് കൂടുന്നതിനനുസരിച്ച് ആ സിനിമ, അവർ ഏത് സിനിമയാണ് പറയണത്, അവരുടെ അത്രയും നാളത്തെ കഷ്ടപ്പാടാണ് ഇല്ലാണ്ട് അവിടെ വെറുതെ കുത്തിയിരുന്ന് എന്തും പറയാന്നായി അവർക്ക്. ചിലവര് സിനിമ ഇഷ്ടപ്പെട്ടാലും അവർക്ക് ഇഷ്ടമില്ലാത്ത നടനാണ് അതിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവർ നെഗറ്റീവ് പറയും. അത് കണ്ട് വിശ്വസിച്ച് ആ സിനിമയെ പറ്റി പിന്നെ മോശമായി പറയുന്ന ഇഷ്ടംപോലെ ആൾക്കാർ പിന്നാലെയും വരും. പിന്നെ ആ സിനിമ നമ്മൾ ടിവിയിലൊക്കെ കണ്ടിട്ടായിരിക്കും അയ്യോ ഇത്ര നല്ല സിനിമയായിരുന്നു എന്ന് നമ്മൾ പിന്നീട് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ഇറങ്ങിയ ഒരു സിനിമയുടെ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ആട് എന്ന് പറയുന്ന ഒരു സിനിമ. ഇതുപോലെ റിവ്യൂ ഒക്കെ നോക്കി പലരും പോയി കാണാതിരുന്ന ഒരു സിനിമയാണ്. അത് പൊട്ടി, ജയസൂര്യയുടെ വലിയ കാര്യമില്ല എന്ന് പറഞ്ഞ് പൊട്ടി സിനിമ. പക്ഷെ അത് TV-യിൽ വന്നപ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്ര നല്ല സിനിമയാണ് അവർ മിസ് ചെയ്തതെന്നുള്ളൊരു വിഷമം അവർക്കുണ്ടായി. അതിൻ്റെ ഒരു വിഷമം തീർക്കാൻ വേണ്ടിയിട്ടാണ് ആട് 2 എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്നത്. ആട് 2 ഇറങ്ങിയപ്പോൾ അത് ഭയങ്കര ഹിറ്റായി. അതാണ് റിവ്യൂ എന്ന് പറഞ്ഞ റിവ്യൂ. എനിക്ക് തോന്നുന്നു ഈ നെഗറ്റീവ് പറയുന്നവരാണ് ഏറ്റവും കൂടുതൽ ആ സിനിമയെ വിജയിപ്പിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് പറയുന്നത് സത്യം പറഞ്ഞ സിനിമക്കാർക്ക് അതൊരു ലക്ക് തന്നെയാണ്. അവർ ചിലപ്പോൾ നോക്കണത് അവർ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് പോസിറ്റീവ് പറഞ്ഞ ചിലപ്പോൾ ആരും നോക്കില്ല, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അവരുടെ ചാനലും വൈറലാവുന്നുണ്ടായിരിക്കും. ഇത് ചിലപ്പോൾ ഒരു പ്ലാൻഡും ആയിരിക്കാം. ഒരു പക്ഷെ നമ്മുടെ ഹേറ്റേഴ്സിന്റെ അടുത്ത് നിന്ന് അവർ ചിലപ്പോൾ ഒരു പേയ്മെന്റ് ഒക്കെ മേടിച്ചിട്ട് അല്ലെങ്കിൽ പറയുന്നതായിരിക്കാം. അങ്ങനെയുണ്ട്. അപ്പൊ നമുക്കറിയില്ല സത്യം. അപ്പൊ സിനിമ കാണാൻ പോകുന്നവരെന്തായാലും അത് ഇഷ്ടമുണ്ടെങ്കിൽ പോയി കാണാം, റിവ്യൂ ഒന്നും നോക്കാതെ നല്ല മനസ്സോട് പോയി കാണാം, പ്രോത്സാഹിപ്പിക്കുക, വിജയിപ്പിക്കുക. അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ സിനിമ മേഖലയെ ഏറ്റവും ചർച്ചയായ ഒരു വിഷയമായിരുന്നു കുറച്ചു നാൾ മുന്നേ വന്ന ഹേമ കമ്മിറ്റി. അതായത് അങ്ങനെ ഒരു കമ്മിറ്റി ഉള്ളത് കൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് പുറം ലോകം മനസ്സിലാക്കിയത് ഇങ്ങനൊരു ഇഷ്യൂ വന്നപ്പോഴാണ്. അതിനെ പറ്റി ആർദ്രയ്ക്ക് എന്താ അഭിപ്രായം? ഈ ഹേമ കമ്മിറ്റി വന്ന സമയത്താണ് നമ്മൾ പലരും അറിയണം മലയാള സിനിമയിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്. പണ്ടൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടോ ഈ സിനിമ മേഖലയ്ക്കൊന്നും സ്ത്രീകൾ പോകാൻ പറ്റിയ ഒരു സ്ഥലമല്ല അതെന്ന്. എങ്കിലും നമ്മൾ വളർന്നു വന്ന് നമ്മൾ കണ്ട നായകന്മാർക്കൊന്നും അങ്ങനെ ഒരു പ്രശ്നങ്ങൾ കണ്ടിട്ടില്ല, അവരങ്ങനെ തുറന്നു പറഞ്ഞു കണ്ടിട്ടില്ല. ലേറ്റസ്റ്റ് ആയിട്ടാണ് അവർ ഈ വിഷയങ്ങളൊക്കെ പറയുന്നത്. അതിന് നിമിത്തമായത് ഹേമ കമ്മിറ്റിയും പിന്നെ അതിജീവിതയ്ക്ക് ഉണ്ടായ, നമ്മുടെ മലയാള സിനിമയിൽ അതിജീവിതയ്ക്ക് ഉണ്ടായ ആ ഒരു ഇഷ്യൂ കാരണമാണ് ഇതിനെല്ലാം തുടക്കം കുറിക്കുന്നത്. ഇന്ന് അത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹേമ കമ്മിറ്റി വന്നതിനേക്കാളും എപ്പോഴും എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം, നമ്മുടെ മലയാള സിനിമയുടെ സംഘടനയായ അമ്മയുടെ നേതൃത്വത്തിലേക്ക് എത്തിയത് ആദ്യമായിട്ട് ഒരു വനിത തന്നെയാണ്. അതെ, ശ്വേതാമേനോനാണ് എത്തുന്നത്. ശ്വേതാമേനോൻ എന്ന് പറയുന്നത് ഒരു കാലത്ത് നമ്മളെല്ലാവരും അടിച്ചമർത്തിയ അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത നടി എന്ന് പറയുന്നത് മാറ്റി നിർത്തിയ ഒരാളാണ് അമ്മയുടെ നേതൃത്വത്തിലേക്ക്. കളിമണ്ണ് ഇറങ്ങിയതിനു ശേഷം നമ്മളെല്ലാവരും, അതായത് സ്ത്രീകളാണെങ്കിൽ കൂടി നമ്മളെല്ലാവരും ശ്വേതാമേനോനെ ഒരു നെഗറ്റീവായിട്ട് തന്നെയാണ് നമ്മളും കണ്ടത്. പിന്നെ അത് മാറി വന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ശ്വേതാമേനോൻ കുറച്ച് റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്തതിന് ശേഷമാണ് ഒരു
പ്രേക്ഷകരുടെ ആ ഒരു ചിന്താഗതി തന്നെ മാറി വരുന്നത്. പക്ഷെ അന്നും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിലും ഭൂരിഭാഗം നോക്കുകയാണെങ്കിൽ കൂടുതലും നെഗറ്റീവ് ആയിരുന്നു. ഇന്നും നെഗറ്റീവ് പറയുന്നവരുണ്ട്. അതെ, കുറച്ചും കൂടിയും ചിന്താഗതി ഇത്തിരി പുരോഗമിച്ചവർ മാത്രമേ അതിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഇത് പറയാൻ കാരണം അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വനിത വന്നതിനേക്കാളും സന്തോഷം അവർ ശ്വേതമേനോൻ ഈ പൊസിഷനിൽ എത്തിയപ്പോൾ ആദ്യം പറഞ്ഞൊരു കാര്യം അതിജീവിതം തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്നത്. കാരണം അവരൊരു അമ്മയുടെ ഒരു വലിയൊരു, കാരണം അമ്മ സംഘടന എന്ന് പറയുന്ന ഇതിലെ ഒരു അംഗം തന്നെയായിരുന്നു അവരും. അവർക്ക് ഈ ഇഷ്യൂ വന്നപ്പോൾ വളരെ അവർ അതിൽ ആ സംഘടനയിൽ തന്നെ അവരെ കുറ്റപ്പെടുത്താനും തഴയാനും ഒരുപാട് പേര് ശ്രമിച്ചു. അത് അറിഞ്ഞിട്ട് അവർ മാറി നിൽക്കാനുണ്ടായി. അപ്പം അങ്ങനെ ഒരാൾ തിരിച്ചു വരണം, മലയാള സിനിമയുടെ ആ ഒരു സംഘടനയിലേക്ക് തിരിച്ചു വരണം. എന്നാൽ തന്നെയാണ് അവിടെ ഒരു സ്ത്രീകൾക്ക് ഒരു സുരക്ഷിതമുണ്ട് എന്ന് ഇനി വരുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇനി വരുന്ന നായകന്മാർക്ക് മലയാള സിനിമയിലെ പുതിയ തലമുറയ്ക്ക് ഒരു സംരക്ഷണം ഉണ്ടെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ അതിജീവിതം തിരിച്ചു വരണം. സ്ത്രീകൾക്ക് അവിടെ പരിഗണന കിട്ടുന്നുണ്ടെന്ന് അവർക്ക് ഒരു ബോധ്യം വരണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഇവരൊക്കെ തിരിച്ചു വരണം. അപ്പോൾ ഏറ്റവും വിഷമമായ കാര്യം ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായപ്പോൾ അത് തന്നെ പലരും ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളായി ചിത്രീകരിക്കുകയും കുറെ നമ്മൾ അറിയപ്പെടുന്ന നടന്മാരുടെ പേരിൽ കുറെ ഫേക്ക് ന്യൂസുകൾ വന്നു. കാരണം ഈ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ പിന്നെ നമ്മൾ ഒരു കണക്കിന് ചിന്തിക്കുകയാണെങ്കിൽ എത്രയോ വർഷം മുന്നേ ഉണ്ടായ ഒരു സാധനം ഇപ്പൊ കുത്തിപ്പൊക്കേണ്ട ഒരു കാര്യമൊന്നും നമുക്ക് ഇല്ല. പക്ഷേ സ്ത്രീകൾക്ക് ചിലപ്പോൾ ഒരു പക്ഷെ പറയാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അവർക്ക് എവിടെ നിന്ന് ഒരു സപ്പോർട്ടില്ല. അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഹേമ കമ്മിറ്റി വരുന്നത്. അപ്പോൾ അവർ തുറന്ന് പറയാനുള്ള ധൈര്യം കാണിച്ച് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അത് മിസ്യൂസ് ചെയ്യണവരുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു നമ്മുടെ നിവിൻ പോളിക്കെതിരെ വന്നുള്ള ഒരു ഇഷ്യൂ. കാരണം എനിക്ക് തോന്നുന്നു നിവിൻ പോളിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അങ്ങനെ ഒരാളെ മലയാള സിനിമയിൽ നെഗറ്റീവ് ആക്കണം എന്ന് ഉറച്ച വിശ്വാസം എടുത്തുകൊണ്ട് ഇത്തരം നല്ലൊരു ഹേമ കമ്മിറ്റിയെ അവർ മിസ്യൂസ് ചെയ്യാണ് ചെയ്തത്. ഏറ്റവും വലിയൊരു വൃത്തികെട്ടൊരു കാര്യം തന്നെയായിട്ടാണ് കാണേണ്ടത്. അതുപോലെ തന്നെ മിന്നു മുനീറിന്റെ കേസ് തന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം വൈറലായത് ആളുടെ ഒരു ഇഷ്യൂ ആയിരുന്നു ഏറ്റവും കൂടുതൽ വൈറലായത്. പക്ഷെ ആ ആള് തന്നെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് കേസ് എടുത്തു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്തയൊക്കെ നമ്മൾ കണ്ടത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യം ഏത് ഫേക്ക് ഏത് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും നമ്മുടെ മുന്നിൽ അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. അതിന് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് മീഡിയനെ പറയാം. നമ്മൾ ജനങ്ങൾ എന്തും കണ്ണടച്ച് വിശ്വസിക്കണ ഒരു കാര്യം എന്ന് പറയുന്നത് മീഡിയ ആണ്. അവർ പറഞ്ഞാൽ അത് ഓക്കെ ആണ്, പക്ഷെ അത് അങ്ങനെ ആയിരിക്കണം എന്നില്ല. അതെ, മീഡിയ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ കുറച്ച് കിട്ടുമ്പോഴേക്കും അത് കൂട്ടി ടൈപ്പാണ്. അപ്പൊ മീഡിയ അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കണമെന്ന് പറയും. ജനങ്ങളുടെ തീരുമാനത്തിലും ഇവനാണ് തെറ്റ്, ഇവനാണ് മോശം എന്ന് പറയും. ഇന്നിപ്പോ മീഡിയ ഒരാളെ കുറ്റം പറഞ്ഞിട്ട് നാളെ അവരെ തന്നെ നല്ലത് പറയുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾ അവിടെ ആരായി? ജനങ്ങളപ്പോ ചിന്തിക്കേണ്ടത് കാര്യങ്ങൾ എന്താണെന്ന് വിശകലനം ചെയ്തിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് വരും കോടതിയുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ വിശ്വസിക്കുക. അല്ലാതെ ഒരാളെ മീഡിയ കുറ്റം പറയുമ്പോൾ അത് ഏറ്റുപിടിക്കാനും അവർക്കെതിരെ പ്രതിഷേധം നടത്താനും പോകുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നമ്മൾ ചെറുതായിട്ടൊന്ന് ടോപ്പിക്ക് വിട്ടുപോയി. അപ്പൊ ഒന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ 2030 കൂടി 2 ചാൻസ് ആണുള്ളത്. ഒന്നെങ്കിൽ ഈ രീതിയിലേക്ക് അങ്ങനെ തന്നെ നമ്മുടെ മലയാള സിനിമ മുന്നോട്ട് പോകുമായിരിക്കും, അല്ലെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ AI-യുടെയും വെർച്വൽ റിയാലിറ്റിയുടെ ഒക്കെ ഒരു കടന്നുവരവോട് കൂടി നമ്മളിപ്പോ പ്രെഡിക്ട് ചെയ്ത പോലത്തെ കാര്യങ്ങൾ സംഭവിക്കാനാണ് ചാൻസ്. എന്തായാലും മലയാള സിനിമ ഇതേ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയില്ല, വളരും. കുറച്ചും കൂടി കൂടുതൽ വളരും. 2030 ആകുമ്പോഴേക്കും മലയാള സിനിമ വളരാണ് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ ഒരു വളർച്ചയുടെ ഏറ്റവും വലിയൊരു പാതയിലാണ് മലയാള സിനിമ. ഇപ്പൊ ഈ AI ടൂളുകളാണെങ്കിലും വെർച്വൽ റിയാലിറ്റി ആണെങ്കിലും അത് മാക്സിമം യൂസ് ചെയ്ത് ഏറ്റവും കൂടുതൽ വളർച്ച ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഫിലിം ഇൻഡസ്ട്രി തന്നെയാണ്. ഇപ്പൊ മലയാള സിനിമ നമ്മുടെ മലയാള സിനിമ ആണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ വളരും. 2030 ആകുമ്പോഴേക്കും ഒരു ഹോളിവുഡ് ലെവലൊക്കെ എത്തുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഒരു ആർദ്ര പറഞ്ഞ പോലെ തന്നെ വരാൻ പോകുന്ന സിനിമകളൊക്കെ ഇനി ഒരു പക്ഷേ പാൻ ഇന്ത്യൻ ലെവലുള്ള മൂവീസ് ആയിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായിരിക്കും ഇനി നമ്മുടെ മലയാള സിനിമയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന്. മലയാള സിനിമയിൽ ഇപ്പോൾ പാൻ ഇന്ത്യൻ സ്റ്റാർസായി ഇനി പാൻ ഇന്ത്യൻ സിനിമകളായിട്ട് മലയാള സിനിമ മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ.